എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയ്ക്കെതിരെ KCBCയും സീറോ മലബാർ സഭയും രംഗത്ത് വന്നു. ഇടതുപക്ഷ ഭരണത്തിൽ തൊഴിലാളികൾക്ക് ശമ്പളമില്ല എന്ന് പറയുന്നത് അപമാനകരമാണ്. ഇത് ഗവൺമെന്റിന്റെ കഴിവുകേടെന്നാണ് KCBC എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ 24നോട് പറഞ്ഞത്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ട് സാലറി ഇല്ലാതെ നിൽക്കുന്ന അധ്യാപകർ അവരുടെ വിഷമം പറയുക മാത്രമേ ചെയ്യുന്നത്. അല്ലാതെ സഭയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രേരിതോ ഒന്നുമല്ല. ഇടതുപക്ഷ ഭരണം നടക്കുമ്പോൾ തൊഴിലാളികൾക്ക് വേതനയില്ല എന്ന് പറയുന്ന രീതിയിലോട്ട് വരുന്നത് അത് അവർക്ക് തീർച്ചയായിട്ടും അപമാനകരമാണ്. ഒരു സംശയവും വേണ്ട. ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് കഴിവേടാണ്. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. വിപിൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിപിൻ. ഗുഡ് മോർണിംഗ് SKN. ഈ ഭിന്നശേഷി സംവരണ നിയമന വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരും മാനേജ്മെന്റുകളും തമ്മിലുള്ള ഒരു തർക്കം കടുക്കുകയാണ്. മതവും ജാതിയും നോക്കി വിരട്ടാൻ നോക്കണ്ട എന്നുള്ളതായിരുന്നു ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ ആരെ വിരട്ടുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് KCBC ചോദിക്കുന്നത്. ഈ സഭയും ഒപ്പം തന്നെ സർക്കാരും തമ്മിലുള്ള ഒരു പോര് ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നടക്കുന്നുണ്ട്. അതിപ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു മുതന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ എന്നുള്ളതും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഇല്ല എന്നുള്ളതാണല്ലോ മനസ്സിലാക്കേണ്ടത്. അത് കുറച്ചുകൂടി വ്യക്തമാക്കണം എന്നുള്ളത് കൂടി KCBC ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സീറോ മലബാർ സഭയും ഇതിനെതിരെ രംഗത്ത് വരികയാണ്. ഈ ഒരു വിഷയം ഈ എയ്ഡഡ് സ്കൂളുകളിലെ സംവരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതായത് ഭിന്നശേഷി വിഷയത്തിലുള്ള സംവരണം അത് നടപ്പാക്കിയതിന് ശേഷം മാത്രം ആ സ്കൂളുകളിൽ നൽകിയിട്ടുള്ള നിയമനങ്ങൾക്ക് അംഗീകാരം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. ഇത് കോടതിയിൽ നടപടികളിലായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമാണ്. അപ്പോൾ കൃത്യമായി ഈ ഭിന്നശേഷി സംവരണത്തിനുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. 5000-ഓളം ഒഴിവുകൾ ഉണ്ടായിട്ടും 1000-ൽ താഴെ ഒഴിവുകൾ മാത്രമാണ് വരുന്നത് എന്നുള്ളത് പറയുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളത് സർക്കാർ പറയുകയാണ്. എന്നാൽ സഭയുടെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ പ്രധാനമായും പറയുന്ന അത്തരത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ആളുകളെ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നില്ല, അതിൽ ഒരു അർഹതപ്പെട്ട ആളുകളെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒഴിവുകൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണം എന്നുള്ളതാണ് ദീർഘവർഷങ്ങളായിട്ട് തന്നെയുള്ള ഒരു ആവശ്യമായി നിൽക്കുന്നത്. അപ്പോൾ ഇതിലുള്ളൊരു തർക്കമാണ് നിലനിൽക്കുന്നത്. ഇനി നിയമനാംഗീകാരം നൽകുകയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് വലിയ ബാധ്യതയാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.